എല്ലാവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. വൈശാഖ മാസം ആരംഭിച്ചല്ലോ. അപ്പോൾ ഈ ഒരു മാസം വിഷ്ണു ഭജനത്തിൻ്റെ കാലമാണ്. വിഷ്ണു ഭജനം 10 മടങ്ങ് ഫലം നൽകുന്നതാണ്. അതിൻ്റെ ചിട്ടകൾ എപ്രകാരമാണെന്ന് നോക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് ആ ഒരു ചിട്ടകൾ പാലിക്കുന്നതിലൂടെ വർഷം മുഴുവൻ നമുക്ക് ഐശ്വര്യം നിലനിർത്താനായിട്ട് സഹായിക്കും. മാസങ്ങളിൽ പ്രധാനവും ഭഗവാൻ മഹാവിഷ്ണുവിന് പ്രാധാന്യമേറിയതുമായ മാസമാണല്ലോ വൈശാഖ മാസം. ഈ മാസത്തിൽ ഉടനീളം ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ വസിക്കുന്നു, അല്ലെ സന്നിഹിതനായിരിക്കുമെന്നാണ് പൊതുവെയുള്ളൊരു വിശ്വാസം. ഇപ്പോൾ 2025 ഏപ്രിൽ 28 മുതലാണ് ഈ മാസം, അത് മെയ് 27 വരെയാണ് നമ്മൾ വൈശാഖ മാസക്കാലമായിട്ട് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. ഈ കാലയളവിൽ ചില ചിട്ടകൾ പാലിക്കുന്നതിലൂടെ വർഷം മുഴുവനും ഐശ്വര്യം നിലനിർത്താൻ സഹായകമാകുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അതിൽ പ്രധാനമാണ് പ്രഭാത സ്നാനവും ജപം, ദാനം, ക്ഷേത്രദർശനം എന്നിവ. ഈ മാസത്തിൽ അനുഷ്ഠിക്കുന്ന ജപത്തിനും പൂജയ്ക്കും ക്ഷേത്ര ദർശനത്തിനും വഴിപാടുകൾക്കും ദാനധർമ്മങ്ങൾക്കുമെല്ലാം തന്നെ 10 മടങ്ങ് ഫലമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രഭാതം പുലരുന്നതുവരെ ജലാശയങ്ങളിലെല്ലാം ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് നിലവിളക്ക് തെളിയിച്ച് നാമജപം നടത്തുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. കുളിക്കുന്ന വെള്ളത്തിലേക്ക് 3 തവണ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരുമെന്ന് ജപിച്ച് സമർപ്പിക്കുക. വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനം പോലെ പ്രധാനമാണ് പ്രഭാത പൂജയും നാമജപവും. ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ നെയ്വിളക്ക് തെളിയിച്ച് മംഗള ആരതി 3 തവണ ഒഴിഞ്ഞ ശേഷം വിഷ്ണു ഗായത്രി ജപിക്കുന്നതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങി ജീവിതത്തിൽ സർവൈശ്വര്യം നിറയുമെന്നാണ് ആചാര്യന്മാർ പൊതുവെ പണ്ടുകാലം മുതൽ തൊട്ട് പറയുന്നത്. കുറഞ്ഞത് ഒരു 9 തവണയെങ്കിലും വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കാം. 108 തവണ ജപിക്കുന്നതാണ് ശ്രേഷ്ഠം. ശേഷം വിഷ്ണു പ്രീതികരമായ മറ്റു മന്ത്രങ്ങളും ഭക്തിയോടെ നാമജപങ്ങളും ജപിച്ച് ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കാം. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായിരുന്നു വേണം വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കാൻ. മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രം ജപിച്ച ശേഷമാവണം വിഷ്ണു ഗായത്രി മന്ത്രവും ജപിക്കാൻ. രാത്രിയിൽ ഈ മന്ത്രം ജപിക്കാൻ പാടില്ല. മഹാവിഷ്ണു ഗായത്രി മന്ത്രം ഇതാണ്: ഓം നാരായണായ വിദ്മഹി വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഈ ഒരു കാലയളവിൽ ഭഗവാന്റെ മൂലമന്ത്രാക്ഷരങ്ങളായ അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ, ദ്വാദശാക്ഷരി മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിവയും 108 തവണയോ കുറഞ്ഞത് 9 തവണയോ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. വിഷ്ണു സഹസ്രനാമവും നാരായണീയവും ഭാഗവതവും ഈ മാസക്കാലത്ത്, അതായത് ഈ മാധവ മാസക്കാലത്ത് പാരായണം ചെയ്യുന്നത് അഭീഷ്ടസിദ്ധി നൽകും. ജീവിതത്തിൻ്റെ നമുക്ക് തിരക്കുകളുടെ ഇടയിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കാനായിട്ട് സാധിക്കാത്ത ആൾക്കാർക്ക് ശ്രീരാമ രാമ രാമേതി രാമേ രാമേ മനോരമേ സഹസ്രനാമതുല്യം രാമനാമ വരാനനെ ശ്രീരാമനാമ വരാനന ഓം നമ ഇതി എന്ന ശ്രീരാമ മന്ത്രം 3 തവണ ജപിക്കാം. സഹസ്രനാമ ജപ പുണ്യം ഇതെല്ലാ ആൾക്കാർക്കും സാധ്യമാകും. ഒപ്പം ആ ഒരു പുണ്യം എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതുമാണ്. ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വിഷ്ണു ദ്വാദശ നാമങ്ങൾ ജപിക്കുന്നതും. നിത്യവും ജപിക്കുന്നതിലൂടെ ഗ്രഹപ്പിഴ രോഷങ്ങളൊക്കെ അകന്ന്, ആ ഒരു ദോഷങ്ങളെല്ലാം തന്നെ അകന്ന് രോഗദുരിത ശാന്തി ലഭിക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം അത് ജപിച്ച ശേഷമാണ് വിഷ്ണു ദ്വാദശ മന്ത്രങ്ങൾ അല്ലെങ്കിൽ നാമങ്ങൾ ജപിക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ ആ മന്ത്രം, ദ്വാദശാക്ഷരി മന്ത്രം, അത് നമ്മൾ ചൊല്ലിയതിന് ശേഷം മാത്രമേ ഓർക്കുക ദ്വാദശനാമങ്ങൾ ജപിക്കേണ്ടത്. ഈ 108 തവണ ജപിക്കാനായിട്ട് സാധിക്കാത്തവർ രാവിലെയും വൈകിട്ടും കുറഞ്ഞത് ഒരു 12 തവണയെങ്കിലും ജപിക്കാനായിട്ട് ശ്രമിക്കുക. ഈ വിഷ്ണു ദ്വാദശ മന്ത്രങ്ങൾ ഇവയാണ്: ഓം കേശവായ നമഃ, ഓം നാരായണായ നമഃ, ഓം മാധവായ നമഃ, ഓം ഗോവിന്ദായ നമഃ, ഓം വിഷ്ണവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം വാമനായ നമഃ,
ഓം ശ്രീധരായ നമഃ, ഓം കൃഷികേശായ നമഃ, ഓം പത്മനാഭ നമഃ, ഓം ദാമോദരായ നമഃ. ഇതാണ് മന്ത്രങ്ങൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും ക്ലേശങ്ങളെയും ഒക്കെ മാറ്റുവാനായിട്ട് ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി കൃഷ്ണായ വാസുദേവായ ഹരയേ പത്മനായ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് ക്ലിം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമഃ എന്ന് 108 തവണ ജപിക്കാം. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിച്ച് നിത്യവും ഭഗവാനെ ധന്വന്തരി ഭാവത്തിൽ ഭജിക്കുകയും നാമത്രയം ജപിക്കുകയും നമുക്ക് ഈ ഒരു അവസരത്തിൽ ചെയ്യാം. ഓ നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരായ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ഭഗവതേ നമഃ. ഈ നാമത്രയം അത് ത്രക്ഷരി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിത്യവും ഇതൊരു 12 തവണയെങ്കിലും ജപിക്കുന്നതിലൂടെ നമുക്ക് ഉള്ള അതിവ്യാധികളൊക്കെ അകലുമെന്നാണ് വിശ്വാസം. ഈ നാമത്രയം എന്ന് പറയുന്നത് അച്യുതായ നമഃ, അനന്തായ നമഃ, ഗോവിന്ദായ നമഃ എന്നാണ്. ഇത് ഒരു ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഒരു 100 ദശകങ്ങളിലായി ഭഗവാന് സമർപ്പിച്ച ആ നാരായണീയം അത് വൈശാഖ മാസത്തിലെ ഉടനീളം നമ്മൾ ചൊല്ലുകയും അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെ ഫലദായകമാണ്. രോഗമുക്തിക്കുള്ള വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നാരായണത്തിൽ ഉടനീളം ഉള്ളത്. നാരായണീയം പ്രാർത്ഥനാ ശ്ലോകങ്ങളിലേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് ദശകം 8 ശ്ലോകം 13 ഈ നാരായണീയം ദശകം 8 ശ്ലോകം 13 അസ്മിൻ പരാത്മൻ നനു പാത്മകൽപേ ത്വമിക്തമുദ്ധ പിതപത്മയോനി അനന്തഭൂമ മമ രോഗരാശിയും നിരുന്തി വാതാലയവാസ വിഷ്ണു. അർത്ഥം ഇപ്രകാരം: അല്ലയോ പരമാത്മാവേ ഗുരുവായൂരപ്പ വിഷ്ണു, ഈ പാത്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടി കർമ്മങ്ങൾക്കായി ഉണർത്തി ആ ഒരു അനന്തമായ മഹത്വങ്ങളുള്ള അങ്ങ് എൻ്റെ രോഗങ്ങളെ മുഴുവൻ ശമിപ്പിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനാ മന്ത്രത്തിൻ്റെ അർത്ഥം. ഭഗവത് സ്വരൂപം വർണ്ണിക്കുന്ന വിഷ്ണു സ്തോത്രം അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ ജപിക്കേണ്ടത്. അതായത് ശാന്താകാരം പൂജ്യകശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം രശ്മീകാന്തം കമലനയനം യോഗി കൃധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അത് നമ്മൾ ചൊല്ലേണ്ടത് അതിൻ്റെ അർത്ഥം അറിഞ്ഞു വേണം ഈ മന്ത്രം ചൊല്ലാനായിട്ട്. അത് ഇപ്രകാരമാകുന്നു: ശാന്തമായ ആകാരത്തോടു കൂടിയവനും സർപ്പത്തിൻ്റെ പുറത്ത് ശയിക്കുന്നവനും നാഭിയിൽ താമരപ്പൂ ഉള്ളവനും ദേവന്മാരുടെ ഈശ്വരനും ലോകത്തിന് ആധാരമായിരിക്കുന്നവനും ആകാശത്തിന് തുല്യനും മേഘവണ്ണമുള്ളവനും ശുഭമായ അവയവങ്ങളോടു കൂടിയവനും ലക്ഷ്മി ദേവിയുടെ ഭർത്താവായവനും താമര ഇതൾ പോലെയുള്ള കണ്ണുകളുള്ളവനും യോഗിവര്യന്മാരുടെ ഹൃദയത്തിൽ ധ്യാനത്താൽ ഗമിക്കുന്നവനും അഹങ്കാരത്തെ ഭയത്തെയും ഇല്ലാതാക്കുന്നവനും സർവലോകത്തിനും നാഥനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു. അപ്പോൾ വൈശാഖ മാസത്തിൽ ഉടനീളം ഇപ്പോൾ കലിദോഷ നിവാരണ മന്ത്രം ഒരു 9 തവണ നമ്മൾ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് ശുദ്ധമാകും. എങ്ങനെ? സൂര്യനെ പോലെ. കലിയുഗത്തിൽ ആ കലിദോഷ നിവാരണ മന്ത്രം ഇപ്രകാരം: ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും തന്നെ കലിദോഷ നിവാരണ മന്ത്രം അറിയാം. ഒട്ടുമുക്കാൽ ആൾക്കാരും ഇത് ചൊല്ലുന്നതുമാണ്. ഭഗവാന് ഒരുപാട് നാമങ്ങളുണ്ടെങ്കിലും പ്രധാനമായും 28 നാമങ്ങൾ ജപിക്കുന്നതിലൂടെ സർവ്വദുരിതങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. അത് ഇപ്രകാരം: മത്സ്യം കൂർമ്മം വരാഹം ച വാമനം ച ജനാർദ്ദനം ഗോവിന്ദം പുണ്ടരീകാശം മാധവം മധുസൂദനം പത്മനാഭം സഹസ്രാക്ഷം വനമാലി ഹലായുധം ഗോവർദ്ധനം ഋഷികേശം വൈകുണ്ഠം പുരുഷോത്തമം വിശ്വരൂപം വാസുദേവം രാമം നാരായണം ഹരി ദാമോദരം ശ്രീധരം ച വേദാംഗം ഗരുഡധ്വജം അനന്തം കൃഷ്ണഗോപാലം ജപതോ നാസ്തി പാതകം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരമാണ് നരസിംഹ അവതാരം, അല്ലേ? അപ്പോൾ വൈശാഖ മാസത്തിൽ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസമാണ് നരസിംഹ ജയന്തി വരുന്നത്. അപ്പോൾ ഉഗ്രമൂർത്തിയായ ശത്രു സംഹാരത്തിനായാണ് ഭഗവൻ അവതാരമെടുത്തത് എങ്കിലും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ്
ഭഗവാൻ. അകാരണ ഭയം അകറ്റാനും ദുരിതമോചനങ്ങളിൽ നിന്നും മോചനത്തിനുമൊക്കെ നരസിംഹ മന്ത്രം നമുക്ക് ജപിക്കാം. ഉഗ്രവീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. വൈശാഖമാസം മുഴുവൻ വ്രതം നോറ്റ് ഭഗവാനെ ധ്യാനിക്കുന്നതിന് ഉത്തമമാണ്. അപ്പോൾ എല്ലാവരും വൈശാഖമാസത്തിൽ നോയമ്പ് നോറ്റ് വിഷ്ണു ഭഗവാനെ ധ്യാനിക്കുക. ഓരോ അവതാരം നമ്മൾ മനസ്സിൽ കാണാം. 10 അവതാരമാണ്. ആ 10 അവതാരത്തെയും നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക. അതുപോലെ തന്നെ ഈ വൈശാഖ മാസത്തിൽ ഉടനീളം നമ്മൾ വൈകിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ നെയ്വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലത് സർവ്വ ഐശ്വര്യവും കൊണ്ടെത്തരും, സർവ്വരോഗനാശനവും നൽകും. അതുപോലെ തന്നെ സർവ്വ ദുഃഖകരം എല്ലാം തന്നെ മാറ്റി നല്ല ഐശ്വര്യപൂർണ്ണമാകും നമ്മുടെ വീട്. വൈശാഖത്തിലെ വെളുത്തു ദ്വാദശി പൗർണമി എന്നിവയ്ക്ക് വ്രതം എടുക്കുന്നവർക്ക് തുല്യമായ ഫലം ഇവിടെ ലഭിക്കുമെന്നാണ് പൊതുവേ പറയുന്നത്. അപ്പോൾ ഏവർക്കും വൈശാഖ മാസത്തിൽ ആശംസകൾ നേരുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമോ നാരായണായ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു അധ്യായത്തിൽ പുതിയ വിഷയവുമായി വരും വരെ നന്ദി, നമസ്കാരം.